ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടിയുടെ ഹെഡ് ഡീകാർബണൈസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാണ് കേട്ടോ. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമുക്ക് ഹെഡ് അഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എഞ്ചിൻ പുറത്തിറങ്ങിയാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് നമുക്ക് വാൽവിനകത്തായാലും. ഇത് ഇൻലെറ്റ് വാൽവാണ്. ഇൻലെറ്റ് വാൽവിൻ്റെ ഈ പോർഷനിലൊക്കെ അത്യാവശ്യം കാർബൺ വന്നിട്ടുണ്ട്. തന്നെയല്ല നമുക്ക് ഈ എക്സോസ്റ്റ് വാൽവിൻ്റെയൊക്കെ സീറ്റിങ് ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. ഇത് നിലവിൽ നമുക്ക് വാൽവ് ഒന്ന് സീറ്റ് ചെയ്ത് നോക്കാം. അത് സീറ്റിങ് കറക്റ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ വന്നിട്ടുണ്ട് ഈ എൻഡിൽ. അപ്പോൾ കാര്യമായിട്ടത് സീറ്റിങ്ങിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാൽവ് കിറ്റ് മാറേണ്ടി വരും കേട്ടോ. 2 വാൽവും കൂടിയിട്ട് നമുക്കിപ്പോൾ ഏകദേശം അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് വണ്ടി. അപ്പോൾ അത്യാവശ്യം അതിൻ്റേതായിട്ടുള്ള തേയ്മാനം ഉണ്ട് അതിന്. അപ്പോൾ അത് നമുക്ക് ലെയ്ത്തിൽ കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ്. അത് നമ്മൾ ലെയ്ത്തിൽ അവർ സീറ്റ് ചെയ്യാൻ വേണ്ടി കയറ്റണ സമയത്ത് കറക്റ്റ് സീറ്റിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതായിട്ട് വരും. ഇവിടെയാണ് അതിൻ്റെ സീറ്റിങ് വരാം കേട്ടോ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്യാം ഷാഫ്റ്റ് റോക്രാം സെറ്റായാലും വേറെ പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. സിലിണ്ടറിനകത്തായാലും വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ഇതിക്ക് മുമ്പ് നമ്മൾ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. കൂട്ടത്തിൽ കൂടെ നമുക്ക് ഇതാണ് പിസ്റ്റൺ സ്റ്റാൻഡേർഡ് പിസ്റ്റണാണ്. അതിൻ്റെ റിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ ആ എഞ്ചിൻ്റെ അതേ ഒരു പെർഫോമൻസ് നമുക്ക് കംപ്രഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. പിന്നെ അതിൻ്റെ ഈ കാർബറേറ്റർ യൂണിറ്റിൻ്റെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു ഹോളൊക്കെ വന്നിട്ട് നമുക്ക് ശരിക്കും അടഞ്ഞു പോയിട്ടുണ്ട്. കാരണം അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാർബറേറ്ററൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെഡ് ഓവറോളിങ്ങിൽ വരുന്ന കേസല്ല. ഓൾറെഡി നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി ഉണ്ടല്ലോ, ഈ അലുമിനിയം ബോഡിക്ക് തേയ്മാനം വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ബുഷറ്റ് നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അത്രയും പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു പവർ ലോസ് നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്ത് വന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരിയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഇതും ഈ ബോസ് ഡ്രൈവ് ഈ 2 റോളർ സെറ്റ് തേയ്മാനമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കത് ഇപ്പം അത്ര പ്രോബ്ലമായിട്ട് നമുക്ക് അതായത് പൊട്ടുന്ന സിറ്റുവേഷനിലേക്കൊന്നും എത്തിയിട്ടില്ല. അത് നമുക്ക് ഓരോ സർവീസിലും നമ്മൾ ചെക്ക് ചെയ്യണമാണ്. കൂടുതലായിട്ടുള്ള പ്രോബ്ലമോ അല്ലെങ്കിൽ അതിൻ്റെ സീല് പൊട്ട എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ മാറ്റിയിട്ടാൽ മതി. തൽക്കാലം നമുക്ക് ഈ അലുമിനിയം ബോഡി മാറണം, ഈ പിന്നും നമുക്ക് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ക്ലച്ച് ഫുള്ളായിട്ട് അഴിച്ച് നമ്മൾ ഗ്രീസിങ് നടത്തുന്നുണ്ട്. അതായത് ക്ലച്ച് യൂണിറ്റൊക്കെ അതിൽ ചെറിയ ടൈറ്റ് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. മേജറായിട്ടുള്ള വേറെ പ്രോബ്ലം ഇല്ല. നമുക്ക് ഡീകാർബണൈസിങ്ങിന് പുറമെ നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഈ 2 ഐറ്റം മാറ്റാനുണ്ട്. അത് കൂട്ടത്തിൽ നമ്മൾ മാറ്റി പോകണം, എന്നാലും നമുക്ക് കറക്റ്റായ ഒരു പെർഫോമൻസ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യും, കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റുള്ളൂ. പിന്നെ കൂട്ടത്തിൽ തന്നെ പ്ലഗ്ഗൊക്കെ പുതിയതോടുള്ളൂ കേട്ടോ. ഈ പ്ലഗ് വലിയ കുഴപ്പമില്ല എങ്കിൽ പോലും നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ പ്ലഗ് സെറ്റ് ചെയ്യുള്ളൂ. ഞാനത് ക്ലീൻ ചെയ്തിട്ട് വണ്ടിക്കകത്തേക്ക് വെച്ചത് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വന്ന സമയത്ത് എടുക്കുന്നത്. പിന്നെ ക്ലച്ചിനകത്ത് അതിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ സൈഡൊക്കെ ചെറിയൊരു ഓയിൽ ലീക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഓയിൽ സീലൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് ഇത്ര ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര ചിലവ് വരുമെന്ന് എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വണ്ടി എന്തായാലും വെള്ളിയാഴ്ചയ്ക്കൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. കാരണം അപ്പോൾ ഇന്നിപ്പോൾ ലെയ്ത്തിലേക്ക് പോയാലും നമുക്ക് അടുത്ത ദിവസം കിട്ടുള്ളൂ ലെയ്ത്തിൽ നിന്ന്. ഓക്കെ.